ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു സ്റ്റഡി റുട്ടീൻ വ്ളോഗ് കാണിച്ചു തരാമെന്ന്. കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്നങ്ങ് വിചാരിച്ചേ. ആൻഡ് ഫസ്റ്റ് ഇന്ന് ഞാൻ ഇതിൽ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും വെള്ളം വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ആൻഡ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് ആ ഒരു സ്പേസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ പഠിക്കാൻ ഇങ്ങനെ തോന്നണം. ആൻഡ് ഈ വീഡിയോയിൽ എൻ്റെ ഒരു സ്റ്റഡി റുട്ടീനാണ് പറയുന്നതെങ്കിലും ഞാൻ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആൻഡ് എനിക്ക് റീസെൻ്റായിട്ട് ഒരു ടാൻസെറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മളുടെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ ചെറിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കാൻ ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒന്ന് എഴുതി പഠിക്കാനാണെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ നമ്മൾ എക്സാം വരുമ്പോൾ ആദ്യമേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മാത്സ് അങ്ങനെയുള്ള ഇക്വേഷൻ വൈസ് ഒക്കെ വരുന്ന സബ്ജക്ട്സ് ഒക്കെ പഠിക്കാനാണെങ്കിൽ അത് കൂടുതലും ഒരു ഫ്രഷ് എയറിലൊക്കെ നിന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോർണിംഗിൽ കൂടുതൽ നമ്മൾ മാത്സ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ, കൂടുതൽ ടഫായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, കൂടുതലും തിയറി നൈറ്റത്തേന് പഠിക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് പഠിക്കുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കരുത്. പിന്നെ ഞാൻ ഇടയ്ക്ക് പുറത്ത് പോയി നോക്കിയപ്പോൾ പുറത്ത് നല്ല കോസി അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നേ. ആൻഡ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അങ്ങനെ ഇരുന്ന് ഞാൻ എപ്പോഴും ഇക്വേഷൻ വൈസൊക്കെ വരുന്നത് എഴുതി പഠിക്കാറാണുള്ളത്. ഇപ്പോൾ എഴുതി പഠിക്കുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫുള്ളായിട്ട് ഒരു നോട്ട്ബുക്കിലേക്ക് വീണ്ടും എഴുതുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെയോ അല്ലെങ്കിൽ കിടക്കാൻ മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മളുടെ മെമ്മറിയിൽ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് തന്നെ പഠിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊനൗൺസിയേഷൻ സ്കില്ലും ഒക്കെ ഇമ്പ്രൂവ് ആകുന്നത് ഇങ്ങനെ വായിച്ച് പഠിക്കുമ്പോഴാണ്. എപ്പോഴും പഠിക്കുമ്പോൾ നമുക്കൊരു സൈലൻ്റ് ആൻഡ് പീസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തിരഞ്ഞെടുക്കുക. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് സൗണ്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ മെമ്മറിയിൽ നിൽക്കും. കാരണം നമുക്ക് തന്നെ ഞാൻ ഇത്രയും പഠിക്കുന്നുണ്ടെന്ന് തോന്നും. അപ്പോൾ മറ്റാർക്കും ശല്യം ഇല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും പോയി നിന്ന് പഠിക്കാനായിട്ട് നോക്കുക. ആൻഡ് വലിയ പാരഗ്രാഫ്സ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും ആൻഡ് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ മെമ്മറിയിൽ നിൽക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെ പഠിക്കാനേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പിള്ളേരെ കുറിച്ചാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു അഡ്വൈസ് തരാം. ഇപ്പം എന്ത് പഠിച്ചിറങ്ങിയാലും അതിന് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു ജോബ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം നമ്മളെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ അവർ നോക്കും. പിന്നെ എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ 2 പേര് ഒരു കമ്പനിയിൽ റിക്രൂട്ട് ചെയ്യാമെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ 2 പേർക്കും ഒരേപോലെ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈം നമ്മളെ കമ്പനി നോക്കുന്നത് എന്തായിരിക്കും, നമ്മളുടെ മാർക്കായിരിക്കും നോക്കുക. ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മാർക്കായിരിക്കും നോക്കുക. അപ്പോൾ അവിടെയാണ് നമ്മളുടെ മാർക്കിൻ്റെ സ്കോർ നമുക്ക് അത്യാവശ്യമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കണം എന്ന് നമുക്ക് ഇവിടെ മുതലേ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തോ. അപ്പോൾ ഓക്കെ, ബൈ.